വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ചെടിയും കൂടെ നമുക്ക് കൊണ്ടുവരണമായിരുന്നു. ഒന്ന് നമ്മുടെ ജിങ്കിൾ ബെൽസ് ആണ്. അതിൻ്റെ ഒരു 3 കമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇത്തിരി കുഞ്ഞൻ ഓർക്കിഡ്, നല്ല ഭംഗിയുണ്ട്. ഈ കളറിലെ ഓർക്കിഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഒരുപാട് വലുതാകില്ലേ, നല്ല നീളത്തിലാകുമല്ലോ. പക്ഷെ ഇതങ്ങനല്ല, കുഞ്ഞി കുഞ്ഞി തൈകളിൽ തന്നെ ഇതുപോലെ പൂവാകുവേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3 തൈയും കൂടെ അമ്മ തന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമുക്ക് നമ്മുടെ ഗാർഡനിലേക്കൊന്ന് ആക്കണം. സാധാരണ നമുക്ക് നമ്മുടെ ഗാർഡൻ കണ്ടു കഴിയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയല്ലേ കിട്ടുന്നത്, ഭയങ്കര സന്തോഷം ഒക്കെ. ഇപ്പം എൻ്റെ ഗാർഡനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ പോലെ തോന്നും. കാരണം ഈ മഴ കാരണം ഈ കളകളൊക്കെ ചെടിയേക്കാൾ നല്ല കരുത്തായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. ഇത് മുഴുവൻ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ആദ്യം തന്നെ കുറേ ചെടികൾ ഇങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. കാരണം പുല്ലുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നിറയെ പുല്ലായതുകൊണ്ട് അതൊക്കെ ഒന്ന് പറിച്ച് കളയാൻ വേണ്ടി ചെടിയൊക്കെ മാറ്റി വെച്ചു. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ കുറേ ചെടി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ചെടിയൊക്കെ മാറ്റിയതിന് ശേഷം അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. ഈ ഒരു ഭാഗത്ത് മിക്കപ്പോഴും ഞാൻ മേക്ക് ഓവർ ചെയ്യാറുണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാറുമുള്ളതാണ്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് കുറേ ചെടി ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കി കേട്ടോ. ഈ ഒരു 6 ചെടിയെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അത് കൂടുതലും റെഡ് മയം തോന്നുന്നതാണ്. ബാക്ക് സൈഡിൽ രണ്ടിലത്തെ നിരയിൽ അരയിലയും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർക്കിഡും വെച്ചിട്ടുണ്ട്. ജിങ്കിൾ ബെൽസ് നമ്മൾ മതിലയിൽ ആണ് വെച്ചിരിക്കുന്നത്, അതിങ്ങനെ തൂങ്ങി കിടക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണിപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ഇരുന്നപ്പം കുറേ തിങ്ങി ഇരുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയത്. അപ്പം നമുക്ക് ഗാർഡനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പുതുമയൊക്കെ തോന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മാറ്റം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ചെടിയെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. ബെഗോണിയൊക്കെ എടുത്ത് ഈ സൈഡിലേക്കും വെച്ചു. തൽക്കാലത്തിന് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഇനി മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മുളക് ഉണ്ടായിട്ടുണ്ടല്ലോ, പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേ എണ്ണയൊക്കെ മൂത്ത് നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് പറിച്ച് മാറ്റണമല്ലോ. അപ്പം അതുമൊക്കെ ഒന്ന് പറിച്ചെടുത്ത്, മുഴുവനും പറിച്ചില്ല കേട്ടോ, കുറച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.